മാപ്പ് പറഞ്ഞു. ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പൊ അവരുടെ പേര് വലിച്ചെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ജയസൂര്യ അല്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ അകത്ത് ആരാ പൊട്ടന്മാരായത്? പൊട്ടന്മാരായത് പ്രേക്ഷകരെയാണ് ഇവർ പൊട്ടന്മാരാക്കിയത്. കാരണം ഈ പറയുന്ന ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തി, ഈ പുള്ളിക്കാരി ജയസൂര്യക്കെതിരെ ഉന്നയിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ജയസൂര്യക്കെതിരെ പീഡന ആരോപണവുമായിട്ട് വന്നത് 2 സ്ത്രീകളാണ്, 2 നടിമാരാണ്. അതിലൊരാളാണ് ഈ പറയുന്ന സോണിയ മൽഹാർ. സോണിയ മൽഹാർ പേര് പറഞ്ഞിട്ടില്ല, മറ്റവരാണെങ്കിൽ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് വെളിപ്പെടുത്തിയത്. ഇവർ പേര് പറയാതെ തന്നെ ഇത് തൊടുപുഴ വെച്ചാണ് ഷൂട്ട് ചെയ്തത്, ഇതൊരു ഫാമിൻ്റെ അകത്ത് വെച്ചാണ്, ഒരു പിക്മാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു, ലൊക്കേഷനായിരുന്നു, അത് വെച്ചൊരു സൂപ്പർ താരമായിരുന്നു, പുതിയ നടനായിരുന്നു. എന്താ പറയുക, ആ ഒരു ശരീരഘടന എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാനല്ല പറഞ്ഞേക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞാൽ ശരിയാവുമോ? സോഷ്യൽ മീഡിയയിൽ ജയസൂര്യ എടുത്ത് അലക്കിയതിന് കയ്യും കണക്കുമില്ല. എത്ര ട്രോളുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അനുഭവിച്ച വിഷമം, ഇതൊന്നും കണക്കിലെടുക്കാതെ ഇവർ വന്ന് മീഡിയയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഘോരം പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ജയസൂര്യ ആണോ എന്ന് മീഡിയയെ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് എന്തുമായിരുന്നു അന്ന്? അവർ പറയുന്നത് ഇത് ജയസൂര്യ ആണെങ്കിൽ ജയസൂര്യ വന്ന് പറയട്ടെ, ജയസൂര്യ വന്ന് തെളിയിക്കട്ടെ എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇപ്പോൾ അവർ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് അവർ ഒരു ഫോക്കസ് ടി വിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അവർ വന്ന് പറയുന്ന പറച്ചിൽ കേൾക്കണം. അവർ പറയുന്ന പ്രകാരം ഇത് ജയസൂര്യ അല്ല, ഇത് നമ്മൾ പ്രേക്ഷകർ ഇതൊക്കെ മെനഞ്ഞെടുത്തതാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ കെട്ടുകഥയാണെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഇതൊക്കെ കെട്ടുകഥയാണ്, ഇതൊക്കെ എന്തിലൂടെ ചെന്ന് എത്തുന്നതെന്ന് നമുക്ക് അവസാനം അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ അവർ പറഞ്ഞു, നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. ആരുടെയെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പൊ അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അവർക്ക് ഇപ്പോഴവരാലോചിക്കുകയാണ്, അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഇപ്പോൾ അവർ ആലോചിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവർക്ക് ആലോചിക്കേണ്ടായിരുന്നു. 2 ദിവസമാണ് ജയസൂര്യയായിട്ട് വെള്ളം കുടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലും വെളിയിലിറങ്ങുന്ന അവർക്കറിയാം അവൻ്റെ ബുദ്ധിമുട്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം, അതായത് ഷിജുവിനെ സംബന്ധിച്ചൊരു ബിഗ് ബോസ് സീസൺ 5 മത്സരാർത്ഥിയായ ഈ ഷിജുവിനെതിരെ ഈ പറഞ്ഞ രേവതി സമ്പത്തിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് ഒരാളുടെ ഭാര്യ ഇതുപോലെ ഈ ഒരു ന്യൂസ്, അതായത് രേവതി സമ്പത്ത് പടച്ചുവിട്ട ന്യൂസ് കണ്ടപ്പോൾ തന്നെ അവർ പോയി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആ ഭാര്യ എന്ന് പറഞ്ഞ പോലെ ഇവരും ഇതുപോലെ പടച്ചു വിട്ടിട്ട് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്തം പറഞ്ഞേനെ? ഇവർ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് ഇവർ ഇപ്പം ന്യായീകരിക്കുക. അവര് എനിക്ക് ഇതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പൊ നിർത്തേണ്ട ആവശ്യമില്ല. ഇനി അഥവാ കണ്ടോ, ഇവർ പിന്നെ എന്തിനിറങ്ങി? ഇവർ മീഡിയ ഫെയിം ആകാൻ വേണ്ടി ഇവർ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇതാരാ പൊട്ടന്മാരായത്? പ്രേക്ഷകരല്ലേ പൊട്ടന്മാരായത്? അതോടൊപ്പം തന്നെ ഈ ജയസൂര്യയെ ട്രോൾ ചെയ്യവരും ജയസൂര്യയുടെ പേരില്ലാതാക്കിയവരും ഒക്കെ ആരായി? ഇവർ പറയുന്ന പറച്ചിൽ അടുത്ത പറയുന്നത് കേട്ടോണം. അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ്, അത് തെളിയിക്കണം, അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം നമുക്കും ഉണ്ട്. അപ്പോഴും കണ്ടോ, അത് വെച്ചേട്ടാന്ന് മനസ്സിലായോ? സംഘത്തിനെ നമ്മുടെ സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം വരും. ഇപ്പോൾ നിലവിൽ പരാതിയില്ല, പരാതിയില്ലാത്തോളം ഈ പേരിന് പ്രസക്തി വളരെ കൃത്യമായി തന്നെ ഉണ്ട്. കാരണം ഇവരെല്ലാവരും ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കണ്ടോ, അവർക്ക് പരാതിയില്ല. അപ്പൊ ഇതിന്റെ എന്താ അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാകാറുണ്ടല്ലോ. സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫോക്കസിലൂടെയാണ് ആദ്യമായി ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നത്. ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ അതിലൊരു കുറ്റബോധമുണ്ടോ? നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ, പല താരങ്ങളുടെ പേരിൽ, സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ, ദുൽഖർ, ജയസൂര്യ അടക്കം പലരുടെയും പേര് ആരാ നോക്കിയേ, ലാലേട്ടൻ, ദുൽഖർ, ജയസൂര്യ. ദുൽഖർ എന്ന് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന ഈ പടം ഇറങ്ങിയ സമയത്ത് ദുൽഖർ ചെറിയ പയ്യനായിട്ട് നടക്കുന്ന സമയമായിരിക്കാം. 2013 സംഭവത്തിൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞ്
അവർ ദുൽഖറിനെയും വലിച്ച് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടിട്ടു എന്നുള്ളതാണ് ഇവരുടെ ഇത്. ഇപ്പം ഇവർക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഇവർ ഇതിൻ്റെ അകത്തൊരു ഫെയിം കിട്ടാൻ വേണ്ടി ഈ ഒരു സമയത്ത് ഒരാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലേ നല്ലൊരു വാർത്തയാവുമല്ലോ, അതിൻ്റെ കൊണ്ടുള്ള ഇറങ്ങി തിരിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ അത് തോന്നുന്നതിലൂടെ നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ബുദ്ധിമുട്ടിന് നമ്മൾക്ക് ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം പല ആളുകൾക്ക് പൊതുജനമാണ്, അവർ പല രീതിയിൽ അതിനെ അസംഷൻ കണ്ടെത്തും. നമുക്ക് എന്ത് പറയാൻ പറ്റുമൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കണ്ടോ, പൊതുജനമാണ്, പൊതുജനം എങ്ങനെ എടുക്കുമെന്നുള്ളത് അവർക്ക് പറയാൻ പറ്റത്തില്ലെന്ന്. അതായത് പൊതുജനങ്ങൾ, നമ്മളെ പൊട്ടന്മാർ, അവർ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു, നമ്മളാണ് പൊട്ടന്മാരായി മാറിയിരുന്നത് കേട്ടോ. ഞാനായിട്ട് ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ കണ്ടോ, അവരായിട്ട് ഇനി ഒരു പേര് പറഞ്ഞിട്ട് ഒരാൾക്കും ഒരു വിഷയം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ആരായി? നമ്മൾ മണ്ടന്മാരായല്ലോ. ഇത്രയുള്ള കാര്യങ്ങൾ ഇതുപോലെ വന്ന് പറഞ്ഞിരിക്കുന്ന മീനു കുര്യൻ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഈ സോണിയ മൽഹാർ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഈ രേവതി സമ്പത്തായിക്കോട്ടെ, ഈ വന്നിരിക്കുന്ന ഓരോരുത്തരും ഇവരുടെ അജണ്ട എന്താണെന്നുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കണം. കാരണം ഇതിൽ നിന്നുകൊണ്ട് പെട്ടുപോകുന്ന പല ആൾക്കാരുണ്ട്, ഇത് നല്ല നല്ല നടന്മാരുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അമ്മ സംഘടന മൊത്തത്തിൽ പിരിച്ചുവിട്ടു. മോഹൻലാൽ എന്ത് ചെയ്തു? മോഹൻലാൽ ആ ഒരു പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ചു. അങ്ങനെ 17 അംഗ കമ്മിറ്റി അംഗം മൊത്തത്തിൽ പിരിച്ചു വിട്ട് ഇപ്പോൾ അമ്മ സംഘടന മൊത്തം പാടെ ഉപേക്ഷിച്ച മട്ട. ഇനി അടുത്തൊരു ഭാരവാഹി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത് മനസ്സിലാകുന്നത്. എന്തായാലും അമ്മ സംഘടനയുടെ അധപതനം കാണാനായിട്ട് ആഗ്രഹിച്ചവർക്ക് അത് നടന്നു എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ നടന്മാരെയൊക്കെ ചെളിവാരി തേക്കാൻ വേണ്ടി ഇറങ്ങിയവർക്കും അതും എല്ലാം അങ്ങ് നടന്നു എന്ന് പറയാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പുറകെ നടക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി ഇപ്പോൾ മുകേഷിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ പുറത്തോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ നടന്മാരെയും മീഡിയക്കാരെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എന്നാൽ ഇതുപോലെ തന്നെ മീഡിയക്കാരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട്. അവരിതൊന്നും പുറത്ത് വിടാതെ ഇപ്പോൾ ആരുടെ മണ്ടേ കയറുകയാണ്, ഇപ്പം സിനിമ നടന്മാരുടെ മണ്ടേ കയറുകയാണ്, പുറകെ നടക്കുകയാണ്. ഇത് എന്തോ ഒരു ഈ ഇറച്ചിക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഈ ഈച്ച പൊതിയുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലാണ് ഇപ്പോൾ ഇവർക്കൊരു ന്യൂസാണ്. ഇവർക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് എത്രമാത്രം പൈസ കൊയ്യാമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ സോണിയ മൽഹാർ പറഞ്ഞ ഈ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.